എം പ്രകാശൻ, ഇപ്പോൾ സുപ്രീം കോടതി സത്യവാങ്മൂലത്തിൽ നിയമോപദേശം തേടാൻ പോവുകയാണ് ദേവസ്വം ബോർഡ്. അതായത് നിലവിലെ സത്യവാങ്മൂലം മാറ്റണോ എന്ന ആലോചനയിലേക്ക് കടക്കുന്നു. യുവതീ പ്രവേശത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള സത്യവാങ്മൂലം മാറ്റി നൽകുമോ ഈ സർക്കാർ? അത് ഗവൺമെൻറ് വ്യക്തമാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നടക്കുന്ന ചർച്ചകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാനാവുന്നത്, ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞ കാര്യം, അദ്ദേഹം ഈ കുരുടൻ ആനയെ കണ്ടതുപോലെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും എൻ്റെ സിദ്ധാന്തങ്ങളെയും കാണുന്നത്. CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതായി എന്ന് അദ്ദേഹം പറയാണ്. ഞാൻ അദ്ദേഹത്തെ ഓർപ്പിക്കാം, മഹാനായ ലെനിനും പ്രമുഖ മാർക്സിസ്റ്റ് റോസ ലുക്സംബർഗും തമ്മിൽ നടന്നൊരു ചർച്ചയുണ്ട്. അതിൽ പണ്ഡിതാഗ്രേസരനായിട്ടൊരു മാർക്സിസ്റ്റിനെയും നല്ല ദൈവവിശ്വാസിയായിട്ടുള്ളൊരു സാധാരണ തൊഴിലാളിയെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരെ സ്വീകരിക്കണമെന്ന് ചോദിച്ചപ്പോൾ ലെനിൻ അര സെക്കൻഡ് പോലും ആലോചിക്കാതെ പറഞ്ഞത് ഞാൻ സ്വീകരിക്കുക ഈ തൊഴിലാളിയാണെന്നാണ്. ഇവിടെ കേരളത്തിൽ ഈ വിശ്വാസികളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആരാ പോരടിച്ചത്? BJP-ക്കാരുണ്ടായിരുന്നോ? ഞാൻ ചോദിക്കട്ടെ, പാലിയം സത്യാഗ്രഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഹ്വാനം ചെയ്തതാണ് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ള P. കൃഷ്ണപിള്ള ഏറ്റവും വലിയ മർദ്ദനം ഏറ്റുവാങ്ങിയത് എവിടെയാ? അമ്പലത്തിൽ പ്രവേശനമില്ലാത്ത ആളുകളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ ഗുരുവായൂരപ്പന് മുമ്പിൽ മണിയടിച്ചപ്പോഴാണ്. മഹാനായിട്ടുള്ള AKG ഭീകരമായിട്ട് മർദ്ദിക്കപ്പെട്ടത് എപ്പോഴാണ്? ഇവിടെ കണ്ണൂർ ജില്ലയിലുള്ള കണ്ടോത്ത് ക്ഷേത്രത്തിൽ അവിടെ പിന്നോക്കക്കാരനെ കൂട്ടി പ്രവേശിപ്പിച്ചപ്പോഴാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ആരുടെ ഈ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അത് നവോത്ഥാനാണ്. ആ നവോത്ഥാനത്തിന് കൂടെ ഞങ്ങൾ നിൽക്കുന്നത്. നവോത്ഥാനത്തിന് കൂടെ തന്നെ ഞങ്ങള്. BJP-ക്കാർക്കുള്ള പ്രയാസം ഞങ്ങൾക്കറിയാം. അല്ല, നിങ്ങൾ നവോത്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന നവോത്ഥാനവും ഞങ്ങൾ കാണുന്ന നവോത്ഥാനവും ഒന്നല്ല. ഒരു കാര്യമല്ല, പ്രായോഗികമായിട്ടുള്ള കാര്യമാണ്. മാർക്സിസം പ്രായോഗിക നവോത്ഥാനം എന്നൊരു പുതിയ പ്രയോഗം അല്ലേ? പ്രായോഗിക നവോത്ഥാനം എന്നൊരു പുതിയ പ്രയോഗം. സ്മൃതിക്ക് മാർക്സത്തെ പറ്റി എന്താണ് അറിയുക എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ സ്മൃതി മാർക്സം പഠിക്കണം. മാർക്സം എന്ന് പറയുന്നത് വരട്ടുതത്വപരമായിട്ട് ദർശനമല്ല. കാലികമായ മാറ്റത്തിനനുസരിച്ച് ആ മാർക്സ് ലെനിസത്തിന്റെ സിദ്ധാന്തങ്ങളെ പ്രയോഗിക്കുന്ന നിലപാടാണ് മാർക്സിസം. ഇവിടെ BJP-ക്കാരുടെ പ്രയാസങ്ങൾക്കറിയാം. അവർ വിശ്വാസികളെ ആകെ കൊണ്ടുപോയി ഇവിടെ CPM-നും LDF-നും എല്ലാം ഇതിനായിട്ട് തിരിച്ചു കളയാം എന്ന് വിചാരിക്കുമ്പോൾ അത് സാധ്യമാകാതിരിക്കുമ്പോൾ അവരുടെ പ്രയാസം മനസ്സിലാക്കാം. പിന്നെ 40% ഹിന്ദുവിന്റെ വോട്ട് കിട്ടി BJP-ക്കാരെന്ന് പറഞ്ഞാൽ എന്നൊരു 10-20 സീറ്റ് കിട്ടണമല്ലോ. വെറുതെ വല്ലതും പറയല്ലേ? ഇവിടെ വിരലെണ്ണാൻ വേണ്ടി കടന്നു ചെല്ലുന്നു എന്ന അർത്ഥം കൂടി ഉണ്ടല്ലോ ശ്രീ എം പ്രകാശൻ. വോട്ടാണ് മുഖ്യം. അതാ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഈ ഓരോരുത്തരുടെ ഈ താല്പര്യങ്ങൾക്കനുസരിച്ചാണല്ലോ കാര്യങ്ങൾ കാണുക. ഞങ്ങൾക്ക് വിശ്വാസവുമായി ബന്ധപ്പെട്ടും ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടും ഇന്ന് കേരളത്തിലെ വിശ്വാസികൾ ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഞങ്ങളെയാണ്. BJP-യെയോ അല്ലെങ്കിൽ ശ്രീകുമാറിന്റെ പാർട്ടിയോ അല്ല ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഉത്തരവാദിത്വത്തോടെ അത് കൈകാര്യം ചെയ്യും എന്ന് 2018 നിങ്ങളെയല്ലേ? അല്ല, ഞങ്ങളിപ്പോൾ എന്താ വേറെ വ്യത്യാസം വരുത്തിയിരിക്കുന്നത്? 2018 ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ ആ വിധിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിലപാടുകൾ പറഞ്ഞു. അതുകൊണ്ട് തെറ്റാണ് നിങ്ങൾ പറഞ്ഞത്. ഇല്ല, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടല്ലോ. നിങ്ങൾക്ക് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാൻ പറഞ്ഞല്ലോ, റിവിഷൻ പെറ്റീഷൻ അതിന് വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 അംഗ ബെഞ്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വിഷയത്തെ സംബന്ധിച്ച്. ഇവിടെ ഒരു ആരാധനാലയത്തിൽ കൈകാര്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ എന്താണ് തീരുമാനിക്കുന്നത് വിശ്വാസികളാണല്ലോ. പള്ളി കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം വിശ്വാസികളാണ്. അതുകൊണ്ടെന്താ അപ്പോൾ യുവതി പ്രവേശമാണ് ഇപ്പോഴത്തെ വിധി. നടപ്പിലാക്കണമെന്ന് നിർബന്ധമാണോ? നടപ്പിലാക്കണമെന്ന് നിർബന്ധമില്ല, അതാണ് ചോദിച്ചത്. അതിലെ നിങ്ങളുടെ നിലപാടാണ് ചോദിച്ചത് ശ്രീ എം പ്രകാശൻ. യുവതി പ്രവേശമാണ് നിലവിലെ വിധി. അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ നിലവിലെ വിധി ഏതാണ്? ഇപ്പോ ഈ സ്ത്രീ പുരുഷ തുല്യതയാണ് ഇന്ത്യ രാജ്യത്തുള്ള നിലവിലുള്ള നിയമം. നടപ്പാക്കപ്പെടുന്നുണ്ടോ? ശരി, ഇല്ലല്ലോ. ഇല്ല. നിലപാടാണ് നടപ്പിലാക്കപ്പെടുന്നില്ല. നോക്കൂ ശ്രീ എം പ്രകാശൻ, ശബരിമല യുവതി പ്രവേശം അടഞ്ഞ അധ്യായം എന്ന വാചകത്തിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ അതിന് നടപ്പാക്കില്ല. 2018 ഞാൻ പറയാം, നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് എന്തിനാ? 2018 സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ ആ വിധിയോടുള്ള ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ നിലപാടുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്നത് അയ്യപ്പന്മാരുടെ സംഗമമാണ്. അയ്യപ്പന്മാരുടെ സംഗമം നടക്കുമ്പോൾ ആ വിധി നടപ്പിലാക്കി ചോദിക്കുന്ന കാര്യം എന്താ? ഇപ്പൊ നടക്കുന്നത് എന്താ? ഇപ്പൊ വിധി നടപ്പാക്കുന്ന കാര്യമാണ് നടക്കുന്നത്. നിങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മേലെയാ.
ഇവിടെ പിന്നെ അഖില ലോക അയ്യപ്പ സംഗമത്തിന്റെ മേലെയല്ലേ ചർച്ച. അപ്പോൾ നിങ്ങൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ശ്രീ എം പ്രകാശ്, നിങ്ങൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. ശബരിമല യുവതി പ്രവേശം ഇവിടുത്തെ സുപ്രീം കോടതി നിലവിലെ വിധിയാണ്, അത് ഞങ്ങൾ നടപ്പാക്കും. അതോടൊപ്പം ഞങ്ങൾ ഇതാ അയ്യപ്പ സംഗമവും നടത്തുന്നു. അതല്ലേ അതിലെ കൃത്യമായ നിലപാട്? രണ്ടും ഞങ്ങളുടെ നിലപാടാണെന്ന് പറയുമ്പോഴാണല്ലോ നിങ്ങൾ പൂർണ്ണമായും വിശ്വാസികൾക്കും ഒപ്പമാണ്, നവോത്ഥാനത്തിനും ഒപ്പമാണ് എന്ന സമീപനമാകുക. അപ്പൊ മറ്റേത് മാറ്റി ഇതിലേക്കാണ് ഞങ്ങൾ വന്നത് എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്? എന്നാ പിന്നെ സ്മൃതി ഭരിച്ചാ പോരെ? ഭരിക്കുന്നത് ഞങ്ങളാണല്ലോ. നിങ്ങൾ ഭരിക്കുന്നവരോടാണല്ലോ ചോദ്യം. ഭരിക്കുന്നവരോട് ചോദിക്കുകയാണ്, ഇങ്ങനെ പരിഹസിച്ചിട്ട് കാര്യമില്ല. ക്ഷേത്രങ്ങൾ ഉപയോഗിച്ചു സ്മൃതി അദ്ദേഹം പറഞ്ഞ് ഇവിടെ ക്ഷേത്രങ്ങൾ ഉപയോഗിച്ചിട്ട് മുസ്ലിം ആരും ഈ രാജ്യത്ത് വേണ്ട, അവരുടെ പള്ളികളെല്ലാം ക്ഷേത്രമാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഗവൺമെന്റും ഇവിടെ ആരാധന ക്രമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വർഗീയ ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി. അത്തരം ഒരു സാഹചര്യത്തെ കാണാതെ നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. എന്താ ഇപ്പൊ കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താ? മുസ്ലിമിനെ ക്രിസ്ത്യാനിക്കെതിരായിട്ടും അതുപോലെ ഹിന്ദുക്കൾക്കെതിരായിട്ടും തിരികെ ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ഹിന്ദു ക്ഷേത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങ് കേട്ടോ, മലപ്പുറത്ത് പോയപ്പോൾ ശ്വാസം മുട്ടിയ ഒരു സാമുദായിക നേതാവ് ഉണ്ടായിരുന്നു. നിങ്ങൾ എന്താ പറയാ, പുറപ്പൊക്കെ പറിച്ചു കൊടുത്ത് അദ്ദേഹത്തെ ആദരിച്ചു. 8 മണിക്ക് കഴിയില്ലേ? 8 ഇവിടെ ഈ ഹിന്ദുക്കളുടെ ക്ഷേത്രത്തെ നോക്കിയിട്ട് ഈ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ടായിരുന്നു കേരളത്തിൽ. വെള്ളാപ്പള്ളി നടേശനാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ സംഗമത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന വെള്ളാപ്പള്ളി നടേശ് നടത്തുന്ന വർഗീയ പ്രസ്ഥാനങ്ങൾ വർഗീയതയെ എതിർക്കുമ്പോൾ നിങ്ങൾ മൊത്തത്തിൽ എതിർക്കണമല്ലോ. ചൂസ് ചെയ്ത് എതിർത്താൻ പറ്റില്ലല്ലോ. ഞങ്ങള് വർഗീയതക്കെതിരായ സമരത്തിൽ യോജിക്കാവുന്ന എല്ലാവരും ഞങ്ങൾ യോജിപ്പിക്കും. ഇന്ത്യയിൽ ഒരു അർബുദം പോലെ പടർന്നു പിടിക്കുന്ന വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികൾ ഒരു ഭാഗത്ത് BJPയും മറുഭാഗത്ത് ഈ പറയുന്ന പോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമാണ്. അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചയുണ്ടോ CPM-ന് ഇപ്പോൾ വർഗീയതയുമായി ബന്ധപ്പെട്ട്? നിങ്ങൾക്ക് വെള്ളാപ്പള്ളിയെ പറ്റി ചോദിക്കുമ്പോൾ വെള്ളാപ്പള്ളി എന്ന വാക്ക് പറയാനേ പറ്റുന്നില്ല, പേര് പറയാനേ പറ്റുന്നില്ല, നേരെ ചാടി അപ്പുറത്തേക്ക്. സാമുദായിക നേതാക്കന്മാരെ പറ്റിയൊക്കെ വ്യക്തമായ നിലപാടുള്ള പാർട്ടിയല്ലേ ഞങ്ങൾ. ശേഷം നിങ്ങൾ അതിനെ രൂക്ഷമായി വിമർശിച്ചു എന്ന ചോദ്യമുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇന്ത്യ രാജ്യത്തെ ആകെ തന്നെ ഒരു അഗ്നികുണ്ഡത്തിലേക്ക് ആനയിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മതനിരപേക്ഷവാദികളെ ആകെ വർഗീയതക്കെതിരെ അണിനിരത്തുക ഞങ്ങളുടെ നിലപാടാണ്. ശ്രീ എം പ്രകാശൻ, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.